വെൽക്കം വരുവാണ്. ഇത് LG അൾട്രാസെമ്മിൻ്റെ ടി വി ആണ്. അപ്പോൾ എൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ ചെയ്യത്തില്ല. ആൾറെഡി ഞാൻ റെഡി ആയിട്ടുള്ള ടി വി ആണ് ഇരിക്കുക. ഇവിടെ ഇപ്പോൾ പവർ ലിഡി മാത്രം കത്തിയുമ്പോണ്ട്. അപ്പോൾ ഇത് ഓസിലേഷൻ ചെയ്യാത്ത വേറെ ഒന്നുമില്ല, IC-ലൊന്നും ഓസിലേഷൻ കട്ടായതാണ്. അപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. EHT കപ്പ് വഴി അടിച്ചിട്ടാണ് പോയത്, പവർ സപ്ലൈ ഹൈ ആയി. അപ്പോൾ ഞാൻ ഇതൊരു മോഡ്യൂളൊക്കെ ആദ്യം വെച്ചിട്ട് വോൾട്ടേജൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ ചെയ്തപ്പോഴെന്താണ് ഓസിലേഷൻ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഡ്രൈവർ വോൾട്ടേജ്, റെഗുലേറ്റർ വോൾട്ടേജ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കുറേ വോൾട്ടേജും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കി. അവസാനം എന്താണ്, IC-ലൊന്ന് ഓസിലേഷൻ പോയതാണ്. ഓക്കെ, IC കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് ഊരി വേറെ ടെക്നീഷ്യൻ്റെ കൊടുത്തു. അപ്പോൾ അങ്ങേരും പറഞ്ഞ് IC കംപ്ലൈൻ്റ് ആണെന്ന്. ഓക്കെ, മോഡ്യൂളൊക്കെ ഊരി മാറ്റി പഴയതുപോലെ ഒറിജിനൽ STR ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇതാ നോക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഇതാ കണ്ടല്ലേ, 138 കാണിക്കുന്നുണ്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പവർ സപ്ലൈ റെഡിയാക്കി ഇടുന്നു. അതായത് നോർമൽ വോൾട്ടേജ് ആക്കുന്നു. ആ വീഡിയോ ആണ് ഹൈ ആയി നിൽക്കുന്നത്, നോർമൽ വോൾട്ടേജ് ആക്കുന്ന വീഡിയോ. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും ചിലപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 160 വോൾട്ട് കപ്പാസിറ്റർ ഉണ്ട് പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ. അപ്പോൾ അവിടെ 2 റെസിസ്റ്റർ ഉണ്ട്, 91 കേട റെസിസ്റ്ററാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഹൈ വാല്യൂ ആയാലോ 2 ഹൈ വാല്യൂ ആയാലോ ആണ് ഇങ്ങനെ പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ ഇത്രയും വോൾട്ടേജ് കാണിക്കുന്നത്, പവർ സപ്ലൈ ഹൈ ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതാ 115 116 കാണിക്കുന്നുണ്ട്. 91 കേട റെസിസ്റ്ററാണ്. അപ്പോൾ ഹൈ റെസിസ്റ്റിവിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാറ്റണം. ഇപ്പോൾ 2 വരിക, 2 ഒരുമിച്ച് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇത് രണ്ടും പുതിയത് വാങ്ങിച്ച് ചെയ്യാണ്. അപ്പോൾ 2 പുതിയതിടണം. ഇവിടെ 2 റെസിസ്റ്ററും കറക്റ്റ് വാല്യൂ വേണം ഇടാൻ. ഇവിടെ അതാ കറക്റ്റായിട്ട് 2 ഇട്ടിട്ടുണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ അടുത്താണ് ഇതാ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ചില ടി വികൾ ഇങ്ങനെയാണ്, ഈ പവർ സപ്ലൈ ഹൈ ആയ പെട്ടെന്ന് IC കൊണ്ടുപോകും. അത് ചില സാംസങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പവർ സപ്ലൈ ഹൈ ആകുമ്പോൾ നേരെ IC കൊണ്ടങ്ങ് പോവും, അടിച്ചു പോവും IC കൊണ്ട്. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ആ സാംസങ്ങിൻ്റെ ടി വിന്ന്. റെസിസ്റ്ററൊക്കെ കറക്റ്റായിട്ട് ഇട്ട് ടി വി ഓൺ ചെയ്ത് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 115 116 വോൾട്ടേജ് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. നേരത്തെ 138 കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോർമൽ വോൾട്ടേജിലോട്ട് വന്നിട്ടുണ്ട് 116. അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ LGയുടെ അൾട്രാ സ്ലിമ്മിൻ്റെ ടി വിയിൽ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഹൈ ആയാൽ എങ്ങനെ അത് നോർമലാക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.